എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ. അതുകൊണ്ടോ നല്ല വീതിയുള്ള റോഡാണ്. ഈ കാണുന്ന വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. 5.5 സെൻറ്റ് സ്ഥലവും 1450 സ്ക്വയർ ഫീറ്റ് വീടും. പാർക്കിങ്ങിനൊക്കെ നല്ല മുറ്റൊക്കെ ഉള്ള നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ ചുറ്റും അതിലൊക്കെ കെട്ടിയിട്ട് സേഫ്റ്റി ആക്കിയ വീടാണ്. വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട്, പിന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് കേട്ടോ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പുറത്ത് കൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. ഏറിയ ഭാഗം തന്നെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, അവിടെ ഇരിക്കാനുള്ള സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ടോ ചുമരിലൊക്കെ മുക്കാൽ ഭാഗവും ടൈൽസൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഡോറുകളൊക്കെ നല്ല തേക്കിൻ്റെ ഡോറാണ് കേട്ടോ. 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം ഉള്ളത് കേട്ടോ. 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. ഓപ്പൺ സിറ്റ് ഔട്ട് ഉണ്ടോ, നല്ല ഡിസൈൻ ഗ്ലാസ്സൊക്കെ വെച്ച് മയിലിൻ്റെ ഒക്കെ ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ജനലിൻ്റെ ഡോറാണ് കേട്ടോ അത്. പിന്നെ ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് കിടന്നു കഴിഞ്ഞാൽ അതുണ്ടോ വലിയൊരു ലിവിങ് ഏരിയ. അവിടെ തന്നെയാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈൽസൊക്കെ ഒരു മെറൂണ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളൊരു ടൈൽസാണ്. അതുപോലെ തന്നെ ഹാള് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ പൂജാമുറി. വെറും 4 വർഷം ഈ വീട് പഴക്കമുള്ളൂ കേട്ടോ. പുതിയ വീടാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായി. ഡൈനിങ് ടേബിളിൻ്റെ വലതു ഭാഗത്തൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സോഫ സെറ്റ്, ഷോക്കേസൊക്കെ ഇവിടെയാണ്. അതിൻ്റെ തൊട്ട് ഇതൊരു ബെഡ്റൂം, അപ്പുറത്തൊരു ബെഡ്റൂം. അതിൻ്റെ സൈഡിലാണ് TV കാര്യങ്ങളൊക്കെ. ഇത് നേരെ താഴത്തേക്ക് ഇറങ്ങി പോകலாம் കേട്ടോ. ഈ വീട് നിൽക്കുന്നത് റോഡിൻ്റെ ലെവലിലാണ്. ഇപ്പോൾ വീടിൻ്റെ മുകൾ ഭാഗം, ബാക്കി ഭാഗം അടിയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് അടുക്കളയൊക്കെ കണ്ടോ, നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഡോറ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാമെന്ന് മാത്രം. ഡോറ് വെച്ചിട്ടാണ് ആ മൂലയിൽ ഫ്രിഡ്ജിനുള്ള സ്പേസ്. അടിഭാഗത്തും ഇതുപോലെ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഡോറ് നമുക്ക് വെക്കാമെന്ന് മാത്രം. അതല്ലാത്ത ബാക്കി വർക്കും ഷെൽഫുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ടാണ് ഇതാണ് വർക്ക് ഏരിയ. ഇവിടെ പുകയില്ലാത്ത അടുപ്പ്, ചുമരുമ്മൽ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാത്രം കഴുകാനുള്ള വലിയൊരു സെറ്റിങ്സ്. ഇവിടുന്ന് ഓപ്പൺ ഗ്രില്ല്, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സെറ്റിങ്സ്. വീണ്ടും നമ്മൾ ഹാളിലേക്ക് എത്തി. ഇതാണ് ഒരു ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. വലിപ്പമുള്ള റൂമുകളാണ്. ഉണ്ടോ, ഇത് ഡ്രസ്സിൻ്റെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മേക്കപ്പ് സെറ്റിനുള്ള കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്യുക, അതിനുള്ളതൊക്കെയാണ് അവിടെ. 4 ബെഡ്റൂമുകളിൽ 3 അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകളാണ്. എല്ലാ ഫിറ്റിങ്സും സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമുകളാണ് കേട്ടോ. അതുപോലെ ഈ വീട് ഫുള്ള് വെട്ടുകൊണ്ട് പടുത്ത വീടാണ്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ടൗൺ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. വെറും 3.5 കിലോമീറ്റർ പോയാൽ ഒറ്റപ്പാലം ടൗണിലേക്ക് എത്തി. അവിടുന്ന് നമ്മൾ വീണ്ടും താഴത്തേക്ക്, ഇതിൻ്റെ താഴത്താണ് ബാക്കിയുള്ള റൂമുകൾ കേട്ടോ. ഈ വീട് ഒരു റോഡ് ലെവലിലാവുകൊണ്ട് മുകളിലെ നില റോഡ് ലെവലിലും ചെയ്തിരിക്കുകയാണ്. താഴെ അതിലേക്കുള്ള ബാക്കിയുള്ള റൂമിലേക്ക് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങേണ്ടത് ഉണ്ടോ. താഴത്തേക്ക് കണ്ട് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് താഴത്തുള്ള ആദ്യത്തെ ബെഡ്റൂം, അതായത് 3ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾ തന്നെ കേട്ടോ. ഉണ്ടോ, ഡ്രസ്സിൻ്റെ അലമാരൊക്കെ എല്ലാ സെറ്റിങ്സും ചെയ്തതാണ്. അറ്റാച്ച്ഡ് തന്നെയാണ് ഇതും. ഉണ്ടോ, ബാത്റൂമൊക്കെ നല്ല വലിപ്പമുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ അവരവിടെ. നമ്മുടെ ചാനലൊന്ന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. അതുപോലെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവിടുന്ന് താഴെ തന്നെ 2ാമത്തെ ബെഡ്റൂം അത് കേട്ടോ. ഈ ബെഡ്റൂം അതേപോലെ വലിപ്പമുള്ള തന്നെയാണ്. പക്ഷേ അവരിപ്പോൾ ഇത് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഇതിലും ഡ്രസ്സിൻ്റെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ വീണ്ടും സ്റ്റെയർ കേസിൻ്റെ സ്പേസിലേക്ക് എത്തി. ഇവിടുന്ന് നമ്മൾ വീടിൻ്റെ പുറത്ത്, അതായത് താഴത്തെ നിലയുടെ പുറത്തുള്ള ഇതൊരു പാർക്കിംഗ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനുണ്ടോ നേരെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള റോഡ് കണ്ടില്ലേ, അവിടുന്ന് ഈ റോഡ് വഴി നേരെ നമുക്ക് താഴത്തേക്കും വണ്ടികൾ കൊടുത്ത് പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഈ റോഡിൻ്റെ നേരെ മുകളിലാണ് നമ്മൾ റോഡ് ലെവലിലാണ് മുകളിലത്തെ നില. താഴെ നമുക്ക് അവിടെയൊക്കെ വീടുകളുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുക, മുകളിലും പാർക്ക് ചെയ്യുക. നല്ല സൗകര്യം കേട്ടോ ഈ വീട്. ഇനി താഴെ വേണമെങ്കിൽ ഒരു ടീമിന് വാടകയ്ക്കും കൊടുക്കുക. കാരണം ഇവിടെ കൊടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴത്തെ വീട്ടിലേക്ക് പോകുന്ന മാതിരി അങ്ങനെയും പോകാം. 30 ലക്ഷമാണ് ഈ വീടിനും സ്ഥലത്തിനും വില പറയുന്നത് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ കുറച്ച് കിട്ടും. ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും നന്ദി.